പിന്നെ വനത്തിന്റെ എത്രയോ ദൂരെ താമസിച്ചാലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. കാരണം വന്യമൃഗങ്ങൾ വിചാരിച്ചു ഞങ്ങളെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത്, പിന്നെ ഞങ്ങൾ മാത്രം എന്തിനാ കാട്ടിൽ കഴിയുന്നത് വിചാരിച്ചു. അവർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പൂച്ചേനെ കാണുന്ന പോലെയാണ് വയനാട്ടിലൊക്കെ പുലിനെ കാണുന്നത്. എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. കരടി, ആന, എത്ര പേര് ഒരു ദിവസം കൊല്ലുന്നത്? ആരോടെ പോയിട്ട് പറയാ? അവിടെ മന്ത്രിയുടെ അടുത്ത് പറയാൻ പോയാല് മയക്കോടി കേൾക്കുന്ന അദ്ദേഹത്തിനാണ് മയക്കോടി കിട്ടിയത് തോന്നുന്നു. ഞാൻ ഇരിക്കുന്ന ഇരിക്കുവാണ്. മയക്കുവെടി വയ്ക്കാനുള്ള തോക്ക് പോലും കയ്യിലില്ല ഈ 21-ാം നൂറ്റാണ്ടില്, ഈ ഹൈടെക് കാലഘട്ടത്തിൽ. അപ്പൊ അതാണ് ഫോറസ്റ്റുകാരുടെ അവസ്ഥ. എന്നിട്ട് പറയാം വെടിവെക്കാൻ നേരത്തെ പറയും വെടിവെക്കുന്ന ആൾ ഇവിടെ പോയിരിക്കുക, എവിടെ സുൽത്താൻബത്തേരിൽ ചെന്നിട്ട് പറയും ഇടുക്കിയിൽ പോയിരിക്കുക എന്ന് പറയും. ഇടുക്കിയിൽ ചെന്ന് പറഞ്ഞിട്ട് പറയും കോഴഞ്ചേർക്ക് പോയിരിക്കുക. പ്രതിപക്ഷ നേതാവ് നയിച്ച യാത്രയുണ്ടായിരുന്നു. ആ യാത്രയില്, സമരയാത്രയിൽ ഞാൻ 3 സ്ഥലത്ത് ഞാൻ പങ്കെടുത്താണ്. എല്ലായിടത്തും ആളുകൾ, വനപ്രദേശങ്ങളിലൊക്കെ ആളുകൾ കൂട്ടമായി വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് കയറി കൊല്ലരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നാട്ടിലേക്ക് വന്നാൽ പിന്നെ ഉമ്മ വയ്ക്കുക. പിന്നെ പറയുന്നത് പിന്നെ ഉത്പാദനം കുറയ്ക്കണം, ഫാമിലി പ്ലാനിങ് നടത്താൻ പറ്റുമോ? പുലിന്റെ അടുത്ത് പറ്റും, കഴുവേന്റെ ആനയുടെ അടുത്ത് ഫാമിലി പ്ലാനിങ് നടത്താൻ പറ്റുമോ? പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? മൃഗങ്ങൾ വന്നാൽ വെടിവെക്കണം, അതിന്റെ തോക്ക് പോലും കയ്യിലില്ല, എന്നിട്ടാണ് വായു അടിക്കുന്നത്. തള്ളുക കടന്നിട്ട് തള്ളല് തന്നെ, തള്ളോട് തള്ളല്. മനുഷ്യനോട് ജീവിക്കാൻ വയ്യ. കുട്ടികളാണെങ്കിൽ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് മാതാപിതാക്കൾ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത്. വരുമ്പോഴോ കഞ്ചാവ് അടിച്ച് കൊല്ലാനാ വരുന്ന മക്കൾ ഡോക്ടറായി കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ഇന്ന് കുട്ടികളെ കാണുന്നത് എങ്ങനെയാ? കൊല്ലാൻ വരികയാണ് കഞ്ചാവ് അടിച്ചിട്ട്. അതല്ലേ കേരളത്തിന്റെ അവസ്ഥ? ആർക്കാ ജീവിക്കാൻ കഴിയുന്നവിടെ? ഇതിനൊക്കെ പിന്നിൽ ഈ ഒരു മാഫിയ പ്രവർത്തിക്കുകയാണ് ഇവിടെ. ആ മാഫിയയിൽ വ്യക്തമായിട്ട് ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇവർക്കും വരുമാനമുണ്ട്. ഇവർ സമ്പാദിക്കുന്ന, ഈ റാക്കറ്റുകൾ സമ്പാദിക്കുന്ന, കൊള്ളയടിക്കുന്ന പണം ഒരു വീതി ഇവർക്കുള്ളതാണ്. ഇപ്പൊ കണ്ടില്ലേ, കുടിവെള്ളം കിട്ടാത്ത സ്ഥലത്ത് ബ്രൂവറി യൂണിറ്റ്. എത്ര മഴ പെയ്താലും കേരളത്തിൽ വെള്ളം കിട്ടാത്തൊരു സ്ഥലം പാലക്കാട് ജില്ലയാണ്. ആ പാലക്കാട് ജില്ലയിലാണ് കൊക്കക്കോള ഫാക്ടറി സ്ഥാപിക്കാൻ നോക്കി ആദ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു വെള്ളം കിട്ടാനില്ല, ഭൂഗർഭജല ഊറ്റിയെടുക്കും, ഇത് വേണ്ടാന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് കൊക്കക്കോള സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും വെക്കുക. ഇതോ അല്ല, ഇത് നല്ല നല്ല മൂത്ത സാധനമാണ്. ബ്രൂവറി യൂണിറ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് മഴവെള്ളത്തിന് സംഭരിക്കും. മഴ ഉണ്ടാക്കിയല്ലേ സംഭരിക്കാൻ പറ്റും. ഒന്നാമത് ഇവർ വന്നതിന് ശേഷം മഴയില്ല, മഴ പെയ്യേണ്ട സ്ഥാനത്ത് വെയില്, വെയിലിന്റെ സ്ഥാനത്ത് മഴ. പണ്ട് പറഞ്ഞിട്ടുണ്ട് ദുഷ്ടന്മാർ രാജ്യം ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടെ ഇന്ത്യയിലെ സ്ഥിതി, കേരളത്തിന്റെ അവസ്ഥ.